LDF-ന്റെ യോഗത്തിലും അതോടൊപ്പം തന്നെ LDF മന്ത്രിസഭാ യോഗത്തിലും അവർക്ക് മന്ത്രിയുടെ മന്ത്രിസഭാ യോഗത്തിലും ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ പ്രകടനപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് റബ്ബർ 250 രൂപ വില വർദ്ധിപ്പിക്കണമെന്നും താങ്ങുവില പ്രഖ്യാപിക്കണമെന്നും അതോടൊപ്പം തന്നെ പാലാഴി വികസനം പൂർത്തീകരിക്കണമെന്നും ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് നേടുവാനുള്ള ആർജവത്വം കാട്ടണമായിരുന്നു എന്നാണ് ഈ അവസരത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീ ജോസ് കെ മാണിയും കൂട്ടരും ഒരു നിവേദന സംഘമായി മാറിയിരിക്കുകയാണ്. ഞങ്ങൾ ചോദിക്കാനുള്ളത്, എന്തിനാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നത്? ഇവിടെ മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിസഭാ യോഗത്തിൽ അവരുടെ മന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയോടൊപ്പം ഇരുന്ന് LDF യോഗത്തിൽ പങ്കെടുക്കുന്ന ജോസ് കെ മാണിയുണ്ട്. അവർ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മന്ത്രിസഭാ യോഗത്തിലും ഞാൻ പറഞ്ഞ LDF യോഗത്തിലും അവതരിപ്പിച്ച് ആ വികസന പദ്ധതികൾ നേടുന്നതിന് പകരം ഇവിടെ പാലായിലെത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിടാനായി ഞങ്ങൾ എന്തോ ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുവാനായി നടത്തിയ നാടകത്തിന്റെ കാലം കരുതി വെച്ച മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും തോമസ് ചാഴികാടൻ നിൽക്കേണ്ടി വന്നതെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്.